ഇരുവഴിഞ്ഞിപ്പുഴയിൽ കൂളിമാട് കടവിന് സമീപം വൻതോതിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് പ്രദേശവാസികൾക്ക് ദുരിതമാവുന്നു. രാത്രി സമയങ്ങളിൽ തള്ളുന്ന മാലിന്യം 1 കിലോമീറ്ററോളം ദൂരത്ത് പുഴയിൽ പരന്നു കിടക്കുകയാണ്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പുഴയിൽ തള്ളിയ മാലിന്യം നീക്കം ചെയ്തു. ഇരുവഴിഞ്ഞിപ്പുഴയിൽ കൂളിമാട് കടവിന് സമീപം വൻതോതിൽ മാലിന്യം നിക്ഷേപിക്കുകയാണ്. രാത്രി സമയങ്ങളിൽ സമീപ പ്രദേശങ്ങളിൽ നിന്നും വണ്ടികളിലും മറ്റുമായി ചാക്കുകണക്കിന് മാലിന്യങ്ങളാണ് പുഴയിൽ തള്ളുന്നത്. കൂളിമാട് ഇടവഴിക്കടവ് പാലത്തിന് മുകളിൽ നിന്നാണ് പുഴയിലേക്ക് ഇറച്ചിക്കടകളിലെയും ബാർബർ ഷോപ്പുകളിലെയും ചാക്ക് കണക്കിന് മാലിന്യം തള്ളി പുഴയെ കൊല്ലാക്കൊല ചെയ്യുന്നത്. കോഴിക്കോട് നഗരത്തിലേക്ക് കുടിവെള്ളം പമ്പ് ചെയ്യുന്ന വാട്ടർ അതോറിറ്റിയുടെ PHED പമ്പ് ഹൗസ് ഉൾപ്പെടെ ചെറുതും വലുതുമായ നിരവധി കുടിവെള്ള പദ്ധതികളാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. മാലിന്യം കാരണം 1 കിലോമീറ്റർ ഭാഗത്ത് പുഴവെള്ളം കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. നൂറുകണക്കിന് ആളുകൾ കുടിക്കാനും മറ്റു പ്രാഥമിക ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ഈ പുഴയിൽ സാമൂഹ്യ വിരുദ്ധർ വൻതോതിൽ മാലിന്യം നിക്ഷേപിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമായിട്ടുണ്ട്. ഊർക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഷട്ടർ അടച്ചതാണ് മാലിന്യ പ്രശ്നം രൂക്ഷമാവാൻ കാരണമായത്. പുഴയുടെ സ്വാഭാവിക ഒഴുക്ക് നിലച്ചതോടെ മാലിന്യം പാലത്തിന് സമീപം അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. അതേസമയം മാലിന്യക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്തും വാർഡ് തല ശുചിത്വ കമ്മിറ്റിയും സംയുക്തമായി പുഴ ശുചീകരിച്ചു. നിരവധി തോണികളിലായി 10ഓളം തൊഴിലാളികൾ ഒരു ദിവസം മുഴുവൻ ചെലവഴിച്ചാണ് പുഴ അല്പമെങ്കിലും പഴയ സ്ഥിതിയിലാക്കിയത്. ഈ പുഴയിൽ നിന്ന് കുളിക്കുന്നവർക്ക് ത്വക്ക് രോഗമടക്കം പിടിപെട്ടിട്ടുണ്ട്. സമീപ പ്രദേശങ്ങളിൽ നിരവധി പേർക്ക് മഞ്ഞപ്പിത്തവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കൊടിയത്തൂരിലെ കുടിവെള്ള പ്രശ്നം മാത്രമല്ല, കോഴിക്കോട് കോർപ്പറേഷനിൽ കേരള വാട്ടർ അതോറിറ്റി ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് വെച്ച് വിതരണം നടത്തുന്ന വെള്ളം ഈ തൊട്ടടുത്ത പ്രദേശത്തു നിന്നാണ് അതിൻ്റെ കിണറുള്ളത്. കാലാകാലങ്ങളിൽ ഇവിടെ വേസ്റ്റ് നിക്ഷേപിക്കുകയും അത് വലിയ ശല്യമാവുകയും ചെയ്യുമ്പോൾ ഗ്രാമപഞ്ചായത്ത് തൊട്ടപ്പുറമുള്ള കൂളിമാട് നിവാസികളെയും കൊടിയത്തൂരുകാരെയും ഉൾപ്പെടുത്തി വിപുലമായ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും ഇതിൻ്റെ പ്രവർത്തനം വീടുകളിൽ കയറി ക്യാമ്പയിൻ നടത്തി നോട്ടീസ് വിതരണം ചെയ്തു. പുഴകളിൽ കൂടി തോണിയിൽ പ്രചരണം നടത്തി, അനൗൺസ്മെൻറ്റ് നടത്തി. ഇതിനെല്ലാം പുറമെ വലിയ ബോർഡുകൾ എല്ലാ പോക്കറ്റിലും സ്ഥാപിച്ചു. ഇതിൻ്റെയൊക്കെ ഭാഗമായി ഈ പ്രദേശത്ത് നിന്നുള്ള മലിനീകരണം പൂർണ്ണമായും അവസാനിച്ചെന്ന് പറയാം. പക്ഷേ ഇപ്പോൾ ഈ റോഡ് പാലം വന്നതോടുകൂടി മറു പ്രദേശത്ത് നിന്നും വരുന്ന സ്ഥാപനങ്ങളിലെ കോഴി, ഇറച്ചിക്കട, ബാർബർ ഷോപ്പ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വേസ്റ്റ് രാത്രി കാലങ്ങളിൽ വണ്ടിയിൽ കൊണ്ടുവന്ന് പുഴയിൽ തള്ളുകയും ഇത് ഇവിടെ റെഗുലേറ്റർ പിടിച്ച് കൂട്ടിയത് കൊണ്ട് തടഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഗ്രാമപഞ്ചായത്തിൻ്റെയും നാട്ടുകാരുടെയും സഹകരണത്തോടുകൂടി എടുത്തു മാറ്റുന്ന ജോലിയാണ് ചെയ്യുന്നത്. CTV പ്രാദേശിക വാർത്ത മുക്കം.